നമസ്കാരം. പാക് അതിർത്തിയിൽ 6 അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ അധികമായി വിന്യസിക്കാൻ തീരുമാനം. യുഎസിൽ നിന്നാണ് ഇതിനാവശ്യമായ ഹെലികോപ്റ്ററുകൾ എത്തുന്നത്. ഇന്ത്യയിലെ ഹിന്ദാർ എയർബേസിലാണ് ഹെലികോപ്റ്ററുകൾ എത്തുക. പാക് അതിർത്തിയായ ജോധ്പൂരിലാണ് ഈ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നത്. അതേസമയം ആക്രമണ പ്രത്യാക്രമണ സന്നാഹങ്ങളുള്ള ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നത് വഴി പാകിസ്ഥാന് ചുട്ട മറുപടിയാണ് ഭാരതം ഇതിലൂടെ നൽകുന്നത്. കരാർ പ്രകാരം ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ഫെബ്രുവരി-മാർച്ച് മാസത്തോടുകൂടി ഹിന്ദാൻ എയർബേസിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ ജോധ്പൂരിലെ സൈനിക സ്റ്റേഷനിൽ വിന്യസിക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പടിഞ്ഞാറും വടക്കും അതിർത്തികളിൽ 22 അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ എയർഫോഴ്സ് വിന്യസിച്ചിട്ടുണ്ട്. പുതുതായി എത്തുന്ന 6 കൂടി ചേർത്ത് ഹെലികോപ്റ്ററുകളുടെ എണ്ണം 28 ഉയർത്താനാണ് സൈന്യം ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിനായി 50-ലധികം പൈലറ്റുമാർക്കും സാങ്കേതിക വിദഗ്ധർക്കും പരിശീലനം നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സേനയെ ഇതിനായി സജ്ജമാക്കാൻ സാധിക്കുമെന്നും സൈന്യം വ്യക്തമാക്കി. 2020 ചൈനീസ് ആക്രമണത്തിന് പിന്നാലെ കിഴക്കൻ ലഡാക്ക് സെക്ടറിൽ അപ്പാച്ചി ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുകയും സൈനിക താവളം പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണം ആരംഭിച്ചതായി നിർമ്മാതാക്കളായ ബോയിങ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. നിലവിൽ ധ്രുവ്, ചേതക് തുടങ്ങിയ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ പ്രവർത്തിക്കുന്ന ആർമി ഏവിയേഷൻ കോർപ്സ് കഴിഞ്ഞ വർഷം അസമിലെ മിസമാരിയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററുകൾ പ്രചന്ദിനെ ഉൾപ്പെടുത്തിയിരുന്നു. കിഴക്കൻ പടിഞ്ഞാറൻ മുന്നണികളിൽ വിന്യസിപ്പിച്ചിട്ടുള്ള 22 അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെ ഒരു കപ്പൽ IAF ഇതിനകം പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. US ഏവിയേഷൻ ഭീമൻ ബോയിങ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ ഹെലികോപ്റ്ററുകളിൽ ഒന്നായി നിലകൊള്ളുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയുള്ള ഒരു നൂതന മൾട്ടി മിഷൻ ഹെലികോപ്റ്ററാണ് അപ്പാച്ചെ. കൂടുതൽ ത്രസ്റ്റും ലിഫ്റ്റും, സംയുക്ത ഡിജിറ്റൽ പ്രവർത്തനക്ഷമത, മെച്ചപ്പെട്ട അതിജീവനം, വൈജ്ഞാനിക തീരുമാന സഹായം എന്നിവയുൾപ്പെടെ ഫലത്തിൽ ഏതൊരു ദൗത്യത്തിനും ആവശ്യമായ കഴിവുകളുള്ള ഒരു സ്പെക്ട്രമുള്ള ഒരേയൊരു യുദ്ധ ഹെലികോപ്റ്ററാണിത്. സ്റ്റാൻഡ് ഓഫ് റേഞ്ചുകളിൽ കൃത്യമായ ആക്രമണം നടത്താനും ഭൂമിയിൽ നിന്നുള്ള ഭീഷണികളോട് ശത്രുതപരമായ വ്യോമാതിർത്തിയിൽ പ്രവർത്തിക്കാനും ഈ ഹെലികോപ്റ്ററിന് സാധിക്കും. കൂടാതെ ഈ ഹെലികോപ്റ്ററുകൾക്ക് യുദ്ധഭൂമിയിലെ ചിത്രം കൈമാറാനും സ്വീകരിക്കാനുമുള്ള കഴിവുണ്ട്. ഈ ആക്രമണ ഹെലികോപ്റ്ററുകൾ കരസേനയെ പിന്തുണയ്ക്കുന്ന ഭാവി സംയുക്ത പ്രവർത്തനങ്ങളിൽ കാര്യമായ നേട്ടം നൽകുമെന്നതിൽ എന്തായാലും സംശയമില്ല. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.